കുട്ടികൾ കിട്ടുന്നുണ്ടോ ഇപ്പോഴത്തെ കാലത്ത്? മക്കളോട് സംസാരിക്കണം, മക്കളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. പൊന്നുമോനെ ഇബ്നു അബ്ബാസ് ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള മുത്തഫഖ് അലൈഹിയായ ഹദീസല്ലയോ ഇത്? ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. 9 വയസ്സുള്ള മോൻ ഇബ്നു അബ്ബാസ് എന്നവർ മഹാനായ ഹബീബിന്റെ കൂടെ ഒട്ടകത്തിന്റെ പിറകിലിരിക്കുന്നുണ്ട്. മോനെ യഹ്ഫളില്ലാഹ യഹ്ഫളുക്. മദ്രസയിലൊക്കെ 3-ാം ക്ലാസ്സിലോ 4-ലോ പഠിക്കുന്ന പ്രായമായിരിക്കും ഇത്. മോനെ യഹ്ഫളില്ലാഹ യഹ്ഫളുക്. അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യാവൂ മോനെ. അല്ലാഹു നിന്നെ സംരക്ഷിക്കും, ആർക്കും നിന്നെ തൊടാൻ പറ്റൂല. നീ നിസ്കരിക്കണം കേട്ടോ മോനെ, അല്ലാഹുവിന്റെ അനുസരണ നീ ചെയ്യണേ, ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ പറ്റൂല. അതിനർത്ഥം അതാണ്. യഹ്ഫളില്ലാഹ യഹ്ഫളുക്. പിന്നെ പറഞ്ഞു ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്. മോനെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിന്റെ കണ്ണുകളെ സൂക്ഷിക്കണേ, നിന്റെ മനസ്സിനെ സൂക്ഷിക്കണേ, വാക്കുകളെ സൂക്ഷിക്കണേ. 9 വയസ്സുള്ള മോനോട് പറയാം, തജിദുഹു തുജാഹക്. നിന്റെ റബ്ബായ അല്ലാഹുവിനെ നിന്റെ കൺമുമ്പിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലാഹുവിനെ കുറിച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. അല്ലാഹുവിനോട് ദുആ ഇറക്കണേ, പടച്ചവനോട് ദുആ ഇറക്കണേ, പടച്ചവനോട് ചോദിക്കണേ മോനെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ, അല്ലാഹുവിന് മാത്രമേ നൽകാനുള്ള അധികാരമുള്ളൂ. വാപ്പയിലൂടെ തന്നാലും, ഒരു ഷെയ്ഖിലൂടെ തന്നാലും, ഒരു നബിയിലൂടെ തന്നാലും, ഒരു മഹാനിലൂടെ തന്നാലും, മാതാപിതാക്കളിലൂടെ തന്നാലും ഇതിന്റെ ഒറിജിനൽ ദാതാവ് അല്ലാഹുവാണ് മോനെ. അഖീദയെ സ്ഥിരപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു മോനെ ഒരു കാര്യം നീ അറിയണം. ലവിജ്തമഅൽ ഇൻസു വൽ ജിന്നു അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. മോനെ ലോകത്തുള്ള മനുഷ്യർ മുഴുവനും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ എല്ലാവരും കൂടി തീരുമാനിച്ചു, നിനക്കൊരു ബൈക്ക് വാങ്ങിത്തരാം. എല്ലാവരും വിചാരിച്ചു നിന്റെ ആ ഒരു കിഡ്നി സംബന്ധമായ അസുഖത്തിന് നിനക്ക് ചികിത്സിക്കാൻ എല്ലാവരും കൂടി ഒരു ഫണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി നിങ്ങൾക്കൊരു ഭവനം നിർമ്മിച്ചു തരാൻ തീരുമാനിച്ചു. അവരെല്ലാം തീരുമാനിച്ചു, കമ്മിറ്റി ഉണ്ടാക്കി എന്ന് തന്നെ നീ വിചാരിക്കുക. ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. അല്ലാഹു നിനക്ക് നിശ്ചയിച്ചത് മാത്രമേ അവർക്ക് ചെയ്തു തരാൻ കഴിയൂ. അപ്പൊ നീ പറയണ്ട, എന്റെ വീടിന് ഇത്രയല്ലേ, ആകെ 10 ലക്ഷത്തിന്റെ 8 ലക്ഷത്തിന്റെ ബജറ്റായിരുന്നല്ലോ, അതുപോലും എനിക്ക് കിട്ടിയില്ലല്ലോ റബ്ബ്, ആകെ കിട്ടിയത് 50,000 രൂപ, ഞാൻ എന്ത് ചെയ്യാനാണ്, വാടക കൊടുക്കാനല്ലേ ഇതുള്ളൂ എന്ന് പറഞ്ഞ് നീ വിഷമിക്കല്ലേ. അവരെല്ലാവരും കൂടി ചെയ്തത് അവരുടെ പരിശ്രമത്തിനുള്ള കൂലി കൊടുക്കും. പക്ഷേ സംഭവിച്ചത് അള്ളാഹുവിന്റെ ഖളാ ആണ്. പടച്ചവൻ വിചാരിക്കുന്നതേ നിനക്ക് കിട്ടും. എന്നിട്ട് പറഞ്ഞു വലവിജ്തമഉ. ഇനി ഇവരെല്ലാം ലോകത്തുള്ള മനുഷ്യരും മുഴുവൻ കഴിഞ്ഞില്ല, ജിന്നുകളും മനുഷ്യരും ജിന്നുകളും മുഴുവനും കൂടിയിട്ട് അലാ അൻ യദുറൂക ബിശൈഇൻ, നിനക്കൊരു ഉപദ്രവം ചെയ്യണമെന്ന് തീരുമാനിച്ചു. നിന്നെന്തെങ്കിലും ചെയ്യണം, കൊന്നുകളെ, വേദനിപ്പിക്കേ, വിഷമിപ്പിക്കേ, എന്തെങ്കിലും അപമാനിക്കേ, എന്തെങ്കിലും ചെയ്യണം തീരുമാനിച്ചു. ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. അല്ലാഹു നിനക്ക് നിന്റെ ഖളായിൽ റബ്ബ് തീരുമാനിച്ച് എഴുതി വെച്ചത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ. അതിനപ്പുറം അല്ലാഹു തീരുമാനിച്ചില്ലെങ്കിൽ ഇവരുടെ ഒരു കുതന്ത്രവും നിനക്കെതിരെ ഫലിക്കുകയേ ഇല്ല. റുഫിഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർന്നുപോയി മോനെ. വജഫത്തിസ് സുഹുഫ്, ആ പേന കൊണ്ട് മഷി കൊണ്ട് എഴുതിയ പേജുകൾ ഉണങ്ങിക്കഴിഞ്ഞു, അതിലിനി മാറ്റമില്ല, എല്ലാം രേഖപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ദീർഘമായ ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 വയസ്സുള്ള കുട്ടിയോട് സംസാരിച്ചത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആ കുട്ടിയുടെ ഖൽബിനുള്ളിലേക്ക് ആരെന്ത് വിചാരിച്ചാലും അവരെ കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അല്ലാഹു നിനക്ക് നിശ്ചയിച്ചതേ നടക്കുകയുള്ളൂ. ആയുസ്സും അങ്ങനെയാണ്. യുദ്ധത്തിന് പോയി എന്ന് വിചാരിച്ച് മരിക്കണമെന്നുണ്ടോ? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ ഊരപ്പെട്ട വാളെന്നാണ് നബി തങ്ങൾ വിളിച്ചത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ. യർമൂക്കും മൂസയും അടക്കം ഏതെല്ലാം യുദ്ധങ്ങളിൽ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ പോരാട്ടമുണ്ടായി. എത്രയായിരക്കണക്കിന് ശത്രുക്കളെയാണ് മഹാനവർ ഒറ്റയ്ക്ക് വകവരുത്തിയത്. എന്നിട്ട് മഹാൻ മരിച്ചതോ ബെഡിൽ കിടന്നുകൊണ്ട്.
ഹാ അനദാ അമൂതു കമാ യമൂതുൽ ബഈർ. അല്ലാഹുവേ, ഒരു ഒട്ടകം കിടന്നു മരിക്കുന്ന പോലെ ഞാനിതാ ഇവിടെ കിടന്നു മരിക്കുകയാണ്. എത്രയോ മദാന്നുൽ മൗത്ത്, മരണം വരുമായിരുന്ന എത്രയോ ഘട്ടങ്ങൾ എനിക്ക് കഴിഞ്ഞുപോയി റബ്ബേ. അവിടങ്ങളിലൊന്നും നീ എനിക്ക് മരണം വെച്ചില്ലല്ലോ. ഞാനിതാ മൂതു കമാ യമൂതുൽ ബഈർ, ഒരു മൃഗം മരിക്കുന്ന പോലെ ഞാനിതാ മരിക്കുന്നു റബ്ബേ. കട്ടിൽ കിടന്നുകൊണ്ട് മരിക്കുകയാണ്, എന്നോട് റഹ്മത്ത് ചെയ്യണേ എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു റബ്ബിനോട് പറയുന്ന ചില വലിയ രംഗങ്ങളുണ്ട്. അവരുടെ അവസാന രംഗം ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ എത്ര വാളിന്റെ മുമ്പിലൂടെ അവിടെ നിന്നും മരിച്ചില്ല. അള്ളാഹു വിധിച്ചത് ബെഡ് കിടന്ന് മരിക്കാനാണ്. അങ്ങനെയാ സംഭവിച്ചത്. യാ അല്ലാഹ്. അതുകൊണ്ട് ആയുസ് അല്ലാഹു നിശ്ചയിച്ചതാണ്. അത് ആരെ കൊണ്ടും എടുക്കാൻ കഴിയില്ല, അള്ളാഹു തീരുമാനിച്ചാലൊഴികെ. സ്വഹാബികളിൽ ഖലീഫമാരിൽ 4 പേരിൽ ഒരാളൊഴികെ 3 പേർ ശത്രുക്കളാൽ വധിക്കപ്പെട്ടവരാണ്. എന്തേ? അള്ളാഹുവിന്റെ ഖദാ അതായിരുന്നു. അതവിടെ സംഭവിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, സിദ്ദീഖ് എന്നവര് വലിയ പ്രയാസത്തിലായിരുന്നു. തങ്ങളുടെ വഫാത്തിന് ശേഷം അധികാരം ഏറ്റെടുക്കുമ്പോ മദീനയിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരും ഒറ്റക്ക് നിന്നൊരു രംഗമുണ്ട്. അന്നാണെങ്കിലോ മുർത്തദ്ദീങ്ങളായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വെമ്പൽ കാണിച്ച ആളുകൾ, സമ്പത്ത് കണ്ട് ദീനിൽ കടന്നു വന്ന ആളുകളുണ്ട്, അവരൊക്കെ പിന്തിരിഞ്ഞു പോയി. ആ ഒരു മുർത്തദ്ദീങ്ങളുടെ വിഷമം മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അന്ന് ഇന്നത്തെ റിയാദിന്റെ പരിസരത്തായിരുന്നു അയാളുടെ വിഹാരകേന്ദ്രം. അവിടെ നിന്ന് നിരന്തരമായി മദീനയ്ക്ക് ഭീഷണിയുണ്ട്. ആ സമയത്താണ് 2000 സ്വഹാബികളെയും കൊണ്ട് വലിയൊരു സൈന്യം പുറപ്പെടുന്നു. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. അവ്വലു സരിയത്തിൻ ബഅസഹാ ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം നടപ്പിലാക്കിയത് പുണ്യനബി പറഞ്ഞുവിടാൻ തീരുമാനിച്ചിരുന്ന ഒരു സൈന്യം റോമിന്റെ ഭാഗത്തേക്ക്, തുർക്കിയുടെ ഭാഗത്തേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്. അതിന്റെ നേതാവാണ് 17 വയസ്സുണ്ടായിരുന്ന ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. മദീന അങ്ങോട്ട് ഖാലിയായി. ആരാ അവിടെ ഉള്ളത്? സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും, പിന്നെ കുറെ പ്രായമുള്ള വൃദ്ധന്മാരും ഉമ്മമാരും. മദീനയെ ആക്രമിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിനെയോ ഖലീഫയെ ഉന്നം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രതിരോധം പോലുമില്ലാതെ മദീനയിൽ കടന്നു വന്ന് സിദ്ദീഖ് എന്നവരെ വകവരുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ മഹാൻ അല്ലാഹു വിധിച്ചത് അൽ മൗതു അലൽ ഫിറാഷ്. എന്റെ ഉമ്മത്തിൽ ചോര ചിന്തി മരിക്കുന്ന രക്തസാക്ഷികൾ വളരെ കുറവാണ്. എന്റെ ഉമ്മത്തിലെ ശുഹദാക്കളിൽ വലിയ ഒരു വിഭാഗം വിരിപ്പിൽ കിടന്ന് മരിക്കുന്നവരാണ്, ഒരിറ്റ് ചോര പോലും ചിന്താതെ. എന്നാൽ സ്വന്തം ശരീരത്തിന്റെ ദേഹേച്ഛകളോട്, ശരീരത്തിന്റെ മോശമായ ചിന്തകളോട് പടപൊരുതിയതിന്റെ പേരിൽ സ്വന്തം ശരീരത്തോട് ധർമ്മസമരം ചെയ്ത് പടപൊരുതി മരിക്കുന്ന ശുഹദാക്കളാണവർ. ശത്രുക്കളോട് പടപൊരുതിയവരാവണമെന്നില്ല, സ്വന്തത്തോട് പടപൊരുതുന്നവരും ശുഹദാക്കളാണ്. അസ്ഹാബുൽ ഫുർഷ്, ആ ശുഹദാക്കളുടെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചോര ചിന്തി മരിച്ച ശുഹദാക്കളുടെ നേതാവാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. എന്തേ? അല്ലാഹുവിന്റെ ഖദാ അങ്ങനെയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു സൈന്യവും കൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോ കാലിൽ ചെരുപ്പ് ധരിക്കാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു എന്ന ഹബീബായ നബിയുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുണ്ട്. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിന്റെ ഉപ്പ സെയ്ദ് ഇബ്നു ഹാരിസ, ഇന്ന് ജോർഡാനിൽ അന്തവിഷമം കൊള്ളുന്ന കറക്കിൽ, അതായത് മൂത്ത യുദ്ധത്തിലെ പതാക പിടിച്ച സുഹാബി സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സുഹാബി. വലമ്മാ ഖളാ സെയ്ദും മിന്നാ വതറൻ സവ്വജ്നാകഹാ എന്ന് പറഞ്ഞ സെയ്ദ് ഇബ്നു ഹാരിസ. സെയ്ദ് ഇബ്നു സാബിത്ത് എന്നിവരുണ്ട്, സെയ്ദ് ഇബ്നു ആസിം ഉണ്ട്, ഇത് സെയ്ദ് ഇബ്നു ഹാരിസ. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ജോർഡാനിലാണ്. മദീനത്ത് നിന്ന് പോയതാ യുദ്ധം ചെയ്യാൻ. മൂത്ത യുദ്ധത്തിന്. മൂത്ത കിടക്കുന്നത് ജോർഡാനിലാണ്, അമ്മാൻ എന്നൊരു 100-200 കിലോമീറ്റർ അപ്പുറത്ത്. ഹബീബായ തങ്ങളുടെ ഇഷ്ടപ്പെട്ട മോനാണ് സെയ്ദ് എന്നവര്, അവരുടെ മോനാണ് ഉസാമ തങ്ങള്. വാപ്പ നല്ല വെളുവെളുത്ത സുന്ദരനായിരുന്നു. ആര്? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു. നബി തങ്ങളുടെ പോറ്റുപുത്രൻ എന്നാ പറയാ. തങ്ങളുടെ അഡോപ്ഷന്റെ മസല മനസ്സിലാക്കണം. ഇസ്ലാമിൽ അഡോപ്ഷൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണിത്. സാധാരണ നമ്മൾ കുട്ടികളെ ദത്തെടുക്കുന്ന പോലെ ആർക്കും ദത്തെടുക്കാൻ പറ്റും, അങ്ങ് ദത്ത് മക്കളാവും എന്നൊന്നും മനസ്സിലാക്കരുത്.
തബന്നിയുടെ മസലകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അതിലേക്ക് കിടക്കല്ല. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആ ഉമ്മ പാല് കൊടുത്തെങ്കിലേ ആ കുട്ടിയെ സ്വന്തം കുഞ്ഞായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഉമ്മയെ സംബന്ധിച്ചോളം കുട്ടി ആൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തിയാകുന്നതോടുകൂടി ഒരു അന്യപുരുഷനെ പോലെയാവുന്ന അതിൻ്റെ മസലകളൊക്കെ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ. ഏതായിരുന്നാലും സെയ്ദ് റളിയല്ലാഹു അൻഹു ഭയങ്കര സുന്ദരനാ. ഉസാമ തങ്ങളെന്ന മോനാണെങ്കിലോ കറുകറുത്ത മോനായിരുന്നു. അപ്പോൾ ആളുകൾ പറയുന്നത് ഇതിപ്പോൾ സെയ്ദ് എന്നൊരു കുട്ടി തന്നെ ആണോ എന്നിങ്ങനെ ചോദ്യം വന്നു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ലഅല്ലഹു നസ്അതു ഇർഖിൻ. നസ്അതു ഇർഖ് അങ്ങനെ ഉണ്ടാവൂലേ, ചില നല്ല സൗന്ദര്യമുള്ള ഉമ്മയും വാപ്പയാണ്, അല്ല മക്കളെ നിങ്ങളെ കുട്ടികൾ തന്നെയാണോ, അല്ല ഹോസ്പിറ്റലിൽ നിന്നിട്ട് ടാഗ് മാറിപ്പോയതാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തങ്ങളുടെ കാലത്ത് സെയ്ദ് തങ്ങളെ കുറിച്ച് മകനെക്കുറിച്ച് ഇങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു. തങ്ങൾക്ക് ഭയങ്കര വിഷമം. തങ്ങൾ പറഞ്ഞു അത് സെയ്ദ് എന്നവരുടെ മകൻ തന്നെയാണ്. നസ്അതു ഇർഖിൻ, അത് ഒരു ഞരമ്പണ് വലിച്ചതാണ് എന്ന് പറഞ്ഞാൽ വകീലുള്ള ഇപ്പോൾ മൂത്തമ്മയുടെയോ അമ്മാവൻ്റെയോ എളാപ്പയുടെയോ മൂത്താപ്പ അങ്ങനെ ആരെങ്കിലും ഒരാൾ കറുത്ത നിറത്തിലുണ്ടെങ്കിൽ അവരിലേക്ക് പോയത് അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പറഞ്ഞു അതാണ് അങ്ങനെയാണ്. പിന്നെ ഈ തറവാട് നോക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം മദീനയിൽ വന്നപ്പോൾ സെയ്ദ് എന്നവരും ഉസാമ തങ്ങളും മദീന പള്ളിയിൽ ഇങ്ങനെ കിടക്കണം. രണ്ടാളെ കാലും ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട്, മേലെ ഒരു പുതപ്പും വെച്ചിട്ട് രണ്ടാളും കിടക്കുക. അപ്പോൾ ഒന്ന് വാപ്പ, ഒന്ന് കറുത്ത കാലാണ്, ഇപ്പുറത്തെ വെളുത്ത കാലാണ്. അങ്ങനെ ഇദ്ദേഹം അങ്ങനെ നോക്കുന്നു, കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഈ വാപ്പാൻ്റെ മോൻ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു. മൂപ്പർക്ക് അതൊന്നും അറിയില്ല, മൂപ്പർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ തങ്ങളോട് പറഞ്ഞു നബിയെ അങ്ങ് പറഞ്ഞതുപോലെ ഇതാ ഇയാൾ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹമാണെങ്കിലോ അറബികളിൽ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ്, നെസബ നോക്കുന്നൊരു മനുഷ്യനാണ്, കുടുംബ തറവാടിൻ്റെ സിൽസിലയൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് കൺഫർമേഷൻ, DNA ടെസ്റ്റ് ഒന്നും പിന്നെ ആവശ്യമില്ല, അത്രക്കും ആക്യുറേറ്റാണ് ആ മനുഷ്യൻ്റെ വാക്കുകൾ. അപ്പോൾ തങ്ങൾ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി, ഞാൻ നിങ്ങളോട് അത് തന്നെയല്ലേ പറയാറുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മക്കൾക്ക് നിറവ്യത്യാസം വരുന്നതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് നബി തങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറുകറുത്ത മനുഷ്യനായിരുന്നു. അന്ന് 17 വയസ്സ്, നമ്മളെ +2 കുട്ടീൻ്റെ പ്രായമായിരിക്കും. ആ കുട്ടിയാണ്, കുട്ടീനെ ഞാൻ പറയല്ല, യങ് അഡൽട്ട്സ്, വളരെ ചെറുപ്പക്കാരനായ ഉസാമ റളിയല്ലാഹു അൻഹുവാണ് 2000-ഓളം വരുന്ന സ്വഹാബികളുടെ നേതാവ്. അതിൽ ആരുണ്ട്? 60-നോടടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെ സൈന്യത്തിൽ പോകേണ്ടവരാ. സിദ്ദീഖ് എന്നവർ പിന്നെ ഖലീഫയായിട്ട് മദീനയിൽ നിൽക്കുക, പോരാൻ പറ്റില്ല. പ്രായമുള്ള ഒരുപാട് സഅദ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് തങ്ങളെ പോലെ ദാഹിയത്തുൻ മിൻ ദവാഹിൽ അറബ്, അറബികളിലെ ബുദ്ധിരാക്ഷസൻ, അവരൊക്കെ ഈ സൈന്യത്തിലുണ്ട്. നേതാവോ 17 വയസ്സ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയാം, കമ്മിറ്റിക്കാരും വിഷമം വിചാരിക്കരുത്. നല്ല യോഗ്യതയുള്ള ചെറുപ്പക്കാരെയൊക്കെ എന്ത് ചെയ്യണം, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. പ്രായം മാത്രം ഒരു ഇതാക്കി വെക്കരുത് എന്നാണ്. പിന്നെ അങ്ങനെ ആരെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കമ്മിറ്റിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നെഞ്ചു വിരിച്ച് നടക്കും ചെയ്യരുത്, കാരണന്മാരെ ബഹുമാനിക്കും വേണം. അതിനും തെളിവ് ഈ സംഭവം തന്നെയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു ആ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രയൊക്കെയാണ്, ഖലീഫയാണ്. തങ്ങൾ വഫാത്തായിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. ഭയങ്കര വേദനയിലാണ് മദീന. ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെരുപ്പിടാതെ മദീനയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഉസാമ തങ്ങൾ മേലെയാണ്, ഒട്ടകത്തിൻ്റെ മുകളിലാണ്. അവർ റോമിലേക്ക് പോയി. എത്ര ദൂരം പോകണം? അന്ന് റോം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇപ്പം ഇന്നത്തെ ഇസ്തംബൂൾ. ഏതായിരുന്നാലും ഉസാമ തങ്ങൾ പറഞ്ഞു യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയായവരെ നിങ്ങൾ ഈ പണി ചെയ്യരുത്. എൻ്റെ ഒട്ടകത്തിൻ്റെ കയറ് പിടിക്കേ, ഒന്നുകിൽ ഞാൻ താഴെ ഇറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ മേലെ കയറണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും താഴെ. എന്നല്ല, നിങ്ങൾ എൻ്റെ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് നടക്കുകയോ, ഇത് ഞാൻ സമ്മതിക്കൂല, ഞാൻ ഇറങ്ങാൻ. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇറങ്ങാനും പാടില്ല, ഞാൻ എൻ്റെ കയറുമില്ല, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുന്നവരെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ എൻ്റെ ഒട്ടകത്തിൻ്റെ കയറ് പിടിക്കേ. ഉസാമ അടങ്ങിയിരിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത ബഹുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടും. പുണ്യ നബി തങ്ങൾ തീരുമാനിച്ചത് ഉസാമ തങ്ങൾ നേതാവായിട്ട് പോകണമെന്ന്. പക്ഷേ തങ്ങൾക്കപ്പോഴും അസുഖമായി, ആ എക്സ്പെഡിഷൻ നടന്നില്ല, ആ സൈന്യത്തിൻ്റെ പുറപ്പാട് നടന്നില്ല. അതാണ് സിദ്ദീഖ് എന്നവർ നടപ്പാക്കുന്നത്. തങ്ങൾ തെരഞ്ഞെടുത്ത നേതാവാണ് ഉസാമ റളിയല്ലാഹു. തങ്ങളാണ് നോമിനേറ്റ് ചെയ്തത്, ഉസാമ തങ്ങളായിരിക്കണം നേതാവ്. 17 വയസ്സ്
അതിൽ മറ്റൊരു ഘടകം എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളെ പോലെ ഗെയിമും കളിച്ച് നടക്കുന്ന മക്കളല്ല അത്. കൊച്ചു പ്രായത്തിൽ അത്രയ്ക്ക് വലിയ ലീഡർഷിപ്പ് സ്കില്ലുകൾ അന്നത്തെ മക്കൾക്കുണ്ടായിരുന്നു എന്നല്ലേ ഇതിനർത്ഥം? 2000-ഓളം വരുന്നൊരു സൈന്യത്തിന് ഓർഡർ കൊടുക്കാൻ കഴിയുന്ന കമാൻഡർ ഇൻ ചീഫ് മഹാനായ ഉസാമത്ത് ഇബ്നു സെയ്ദ്. എത്ര വയസ്സ്? 17 years old. നമ്മുടെ മക്കൾക്ക് അത് ചെയ്യാൻ ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക എന്നല്ലാണ്ട് ഒരു 10 അംഗ സംഘത്തിന് നേതാവാകാൻ നമ്മൾ കുട്ടികൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എത്ര മക്കൾക്കുണ്ട്? തലച്ചോറ് വർക്ക് ചെയ്യുന്ന വല്ല പണിക്ക് നമ്മളെ മക്കളെ കിട്ടുന്നുണ്ടോ? ചിന്തിക്കണം. ഈ ഉമ്മത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ബുദ്ധിപരമായ മുന്നേറ്റത്തിലൂടെയാണ്. അതില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല. ഉസാമ റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. ബഹുമാനമാണത്. സിദ്ദീഖ് തങ്ങൾ അങ്ങോട്ട് ബഹുമാനിക്കുക, ഉസാമ തങ്ങൾ ഇങ്ങോട്ട് ബഹുമാനിക്കുക. ഇത് പറഞ്ഞു കുറച്ചു നേരം അള്ളാഹുവിന് വേണ്ടി എന്റെ കാലിൽ പൊടി പുരണ്ടാൽ എന്താണ് ഉസാമ കുഴപ്പം? നിങ്ങൾ ഇത്രയും ദൂരം യാത്ര പോവല്ലേ, ഞാൻ ചെരുപ്പിടാണ്ട് കുറച്ചേരം ഈ മരുഭൂമിയിൽ നടന്നു വരുന്നു, അതുകൊണ്ട് എന്ത് കുഴപ്പമുള്ളത്? അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കും, നിങ്ങൾ താഴെ ഇറങ്ങേണ്ട, നിങ്ങൾ നേതാവാണ്. സാമതങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇറങ്ങുകയാണ്. പിന്നെ ഒട്ടകപ്പുറത്ത് ഇറങ്ങാൻ ചാടുക എന്ന് പറഞ്ഞാൽ കൈ കാലം മുറിഞ്ഞു പോകും. ഹൈറ്റ് ഉണ്ട്. ഉസാമങ്ങൾക്ക് ചാടി ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ നിന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഉസാമ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അമീറുൽ മുഅ്മിനീൻ തഅ്മുർനി, എന്താ വേണ്ടത് പറഞ്ഞോളൂ, എന്നോട് കൽപ്പിച്ചോളൂ. ഇല്ല, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ. എന്താ വേണ്ടത്? പിന്നെ ഞാൻ ഒറ്റക്കല്ലേ മദീനയിൽ, നിങ്ങളൊക്കെ പോവുകയാണല്ലേ, 2000 യോദ്ധാക്കൾ മദീന വിട്ടു പോവുകയാണ്. ഇനി വരുമ്പോഴേക്കും മാസങ്ങൾ കഴിയും. എൻ്റെ കൂടെ ഭരണവിഷയങ്ങളിൽ എന്നെ സഹായിക്കാൻ എനിക്ക് 1-2 പേരെ വേണം. ഉമർ എന്നവരെ നിങ്ങൾ എനിക്ക് വിട്ടുതരുമോ? നോക്കണേ. അപ്പോൾ സാമ്പതങ്ങൾ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കൂല, അന്ന് ഖലീഫത്തു റസൂലില്ലാഹി എന്ന് പറയും. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഉമർ തങ്ങളുടെ കാലം മുതലാണ്. ഖലീഫയെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്നത്. യാ ഖലീഫത്ത് റസൂലില്ലാഹ്, അങ്ങേക്ക് ആരൊക്കെയാണോ വേണ്ടത് അവരൊക്കെ നിങ്ങളോട് നിർത്തിക്കൊള്ളി, ബാക്കി മതി എനിക്ക് വേണം, എനിക്ക് ഉമർ എന്നവരെ കിട്ടിയാൽ മതി. പിന്നെ 1-2 ആളുകളെയും പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരെയും താഴെ ഇറക്കിയിട്ട് ഉസാമ റളിയല്ലാഹു അൻഹുവിന് ദുആ ചെയ്തു കൊടുത്തുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രയാക്കുകയാണ്. അന്ന് മദീന ഖാലിയാണ്. ഇസ്ലാമിനൊരു അറ്റാക്ക് വരികയാണെങ്കിൽ മദീനയെ പ്രതിരോധിക്കാനെന്ന് സ്വഹാബികളില്ല. ആരുടെ പ്രതിരോധമൊഴികെ? അള്ളാഹുവിൻ്റെ പ്രതിരോധമൊഴികെ വേറൊന്നുമില്ല. ഒറ്റക്കായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് സിദ്ദീഖ് എന്നവർക്ക് സ്വാഭാവിക മരണം. ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ 21 രാജ്യങ്ങളിലേക്ക് ഇസ്ലാം പടർന്നിരിക്കുകയാണ്. ഉമർ തങ്ങൾ അവസാനത്തെ ഫി ആഖിരി ഹജ്ജത്തിൻ ഹജ്ജഹാ ഉമർ, ഉമർ തങ്ങളുടെ അവസാനത്തെ ഹജ്ജ്. അതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടു, ഒരു പൂവങ്കോഴി വന്നിട്ട് ഉമർ എന്നവരെ 3 കൊത്തുന്നത്. ആ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തത് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, ജഅഫർ തങ്ങളുടെ ഭാര്യയായിരുന്ന അസ്മാ ബീവി പറഞ്ഞു, ഉമറേ യഖ്തുലുകൽ അജ്മിയുൽ കാഫിർ, കാഫിറായ അറബിയല്ലാത്തൊരു മനുഷ്യൻ നിങ്ങളെ 3 കുത്തുകുത്തി നിങ്ങളെ കൊല്ലും എന്നാണ് ഇതിനർത്ഥം. ഉമർ തങ്ങൾ അല്ലാഹുൽ മുസ്തആൻ, പടച്ചവനെ നീയാണ് എൻ്റെ സഹായം കേട്ടോ എന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ ഉറപ്പിച്ചു. ആ പറഞ്ഞ സ്വപ്നം അങ്ങനത്തെ സ്വപ്നമാണ്, വ്യാഖ്യാനിച്ചത് അങ്ങനത്തെ ഒരു മഹദിയുമാണ് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. ഉമർ തങ്ങൾ ആ നേരത്ത് ജംറയിൽ കല്ലെറിഞ്ഞുകൊണ്ട് ഉമർ എന്നവർ ആ മണ്ണിൽ മലർന്നു കിടന്നിട്ട് ഒരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഹാദാ ഉമർ, ഞാൻ ഉമർ റബ്ബേ, റഖഅദുമി വശാബ റഅസി, എൻ്റെ എല്ലുകളൊക്കെ ദുർബലമായിരിക്കുന്നു റബ്ബേ, എൻ്റെ തലമുടിയാകമാനം നരച്ചിരിക്കുന്നു റബ്ബേ, വന്തശറത് റഅയ്യതി, എൻ്റെ പ്രജകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞു റബ്ബേ, ഇനി എനിക്കൊരു പേടിയില്ല. അതുകൊണ്ട് അല്ലാഹുവേ ഖുദ്നി ഇലൈക് ഫീ ഗൈരി ദർറാ, ഒരു ഫിത്നയിലോ ഒരു പ്രയാസത്തിലോ പെടാതെ നീ എന്നെ നിന്നിലേക്ക് സ്വീകരിക്കണമേ. ഉമർ തങ്ങൾ ഹജ്ജ് ചെയ്ത ദുആയാണ്. ആ ദുആ കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി, തീ ആരാധകനായിരുന്ന ഇറാനുകാരനായിരുന്ന അബൂ ലുഅ്ലുഅ, മഹാനായ ഉമർ എന്നവരെ ഒരു വിഷമത്തിലൂട്ടിയ ഒരു കഠാര കൊണ്ട് സുബഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ മഹാനവറുകളെ വന്ന് കൊല്ലുന്നത്. നോക്കണം, ആ ജമാഅത്തിന് നിൽക്കുമ്പോൾ മദീന പള്ളി നിറയെ ആളുകളാണ്. കാരണം ഹജ്ജ് കഴിഞ്ഞ് വന്ന ഉമർ എന്നവരെ കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. മദീന പള്ളി നിറയെ ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഖളാ, മഹാനവറുകൾക്ക് രക്തസാക്ഷിത്വമാണ്. മദീനയിൽ ആളുകളില്ലാത്തൊരു നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റക്ക് നിന്നത് അള്ളാഹുവിന്റെ ഖളാ, വിരിപ്പിൽ കിടന്നുള്ള മരണമാണ്. ആയുസ്സിനെ മുന്തിക്കുവാനോ പിന്തിക്കുവാനോ റബ്ബിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന അള്ളാഹുവിൻ്റെ ഒരു അസലിയായ റബ്ബിൻ്റെ തീരുമാനം അള്ളാഹു നമ്മളെ ബോധിപ്പിക്കുകയാണ്. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ,
ആയുസ് നീളണമെങ്കിൽ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മൻ സർറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി. ജോലിയില്ലാത്തവർക്ക് ജോലി വേണമെങ്കിൽ, കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് ലാഭം വേണമെങ്കിൽ, സമ്പത്തില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് സമ്പൽ സമൃദ്ധി വേണമെന്നുണ്ടെങ്കിൽ പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്ന പരിഹാരമാണിത്. സ്വഹീഹുൽ ബുഖാരിയിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ 10 കൊല്ലത്തെ പരിചാരകൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി. ആർക്കെങ്കിലും സമ്പത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്നല്ല, സമ്പത്തിൽ വിശാലത വേണമെന്നുണ്ടെങ്കിൽ, വയുൻസഅലഹു ഫീ അഥരിഹി, ആയുസ് നീളം വേണമെന്നുണ്ടെങ്കിൽ, അള്ളാഹു നിശ്ചയിച്ചത് 40 അത് 60 എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അള്ളാഹ് നിശ്ചയിച്ചത് 60 അതൊരു 80 വരെ പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഖളായിൽ ഒരു മാറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ദുആ കൊണ്ട് മാത്രമാണ് ഖളാഇനെ അള്ളാഹു മാറ്റിമറിക്കുന്നത്. അതിനാണ് നമ്മൾ ദ്വാരക്കണത്, അസുഖം ശിഫയാക്കണേ. ഒരുപക്ഷെ ശിഫയാവാതെ ആ അസുഖത്തിലൂടെ മരിക്കണമെന്നായിരിക്കും അള്ളാഹുവിന്റെ ഖളാ എങ്കിൽ, ഒരു സദസ്സിൽ വെച്ച് നടക്കുന്ന ദുആ, ഒറ്റക്ക് നടത്തുന്ന ദുആ, പാതിരാത്രികളിൽ മുസല്ല വെച്ച് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആ നിസ്കാരങ്ങൾക്ക് പിറകെയുള്ള ദുആ, ജൗഫുൽ ലൈലിലെ ദുആ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ നടക്കുന്ന ദുആ, ബാങ്ക് വിളിച്ച് ഇഖാമത്തിന്റെ ഇടയിലുള്ള ദുആ, ഇമാം മിമ്പറിൽ കയറി 1ാമത്തെ ഖുതുബ കഴിഞ്ഞിരുന്ന് 2ാം ഖുതുബയിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ ഇടയിൽ ഇമാം ഇരിക്കുന്ന ഏതാനും സെക്കൻഡുകൾ ഇരിക്കുന്ന സമയം, പിന്നെ ഹറമുകളിൽ 2 ഹറമൈനുകളിൽ ദുആഇന്റെ ഒരുപാട് സ്ഥലങ്ങൾ, അല്ലാഹു തആല ദുആഇന് ഉത്തരം നൽകാൻ ഏറെ സാധ്യതയുള്ള സമയങ്ങളും സ്ഥലങ്ങളുമുണ്ട് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥനകൾ കാരണം അല്ലാഹുവിന്റെ ഖളാഇനെ അല്ലാഹു മാറ്റിത്തരും. പിന്നെ പറഞ്ഞത് ഫൽയസുൽ റഹിമഹു, ആയുസ്സിൽ വർദ്ധനവ് വേണമെന്നുണ്ടെങ്കിൽ, സമ്പത്ത് അല്ലാഹു സമൃദ്ധി നൽകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കിട്ടുന്ന സമയം കുടുംബ ബന്ധങ്ങളെ ചേർത്തേണമേ. കുടുംബങ്ങളിൽ ചെന്ന് നിങ്ങളുടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണമേ, കുശലാന്വേഷണം നടത്തേണമേ, അവരുമായി ഇടപഴകണമേ, അവരുമായി സ്നേഹബന്ധത്തിലാകണമേ, പിണക്കങ്ങളെ പരിഹരിക്കണമേ. നിങ്ങളോട് പിണങ്ങിയ അമ്മായിയോട്, അല്ലെങ്കിൽ മൂത്താപ്പയോട്, എളാപ്പയോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, ചോര ബന്ധമുള്ളവരോട്, നിങ്ങളുടെ കുടുംബക്കാരോട് ആരോടൊക്കെ പിണക്കങ്ങളുണ്ടോ ആ പിണക്കങ്ങളെ പരിഹരിക്കുകയും പൊരുത്തപ്പിടിക്കുകയും ചെയ്തുകൊണ്ടെങ്കിലും, നിങ്ങളല്ല തെറ്റുകാരെങ്കിൽ പോലും നിങ്ങളായിട്ട് മുൻകൈയെടുത്ത പിണക്കങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് തരും, അല്ലാഹു നിങ്ങൾക്ക് ആയുസ്സിൽ വർദ്ധനവ് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിൽ ഒരാളോട് ഒരു പിണക്കും ഇല്ലാത്ത ആൾക്കാർ ഒന്ന് കൈവയ്ക്കട്ടെ. ഒരാളോട് ഒരു പിണക്കും കുടുംബത്തിലില്ല. മാഷാ അല്ലാഹ്. മതി ഇനി പൊക്കണ്ട, അൽഹംദുലില്ലാഹ്. ഇനി പൊക്കിക്കൊണ്ടേ പോവുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ആർക്കും ഒരു കുടുംബത്തിനും വിഷമങ്ങളില്ല എന്ന് തന്നെ വിചാരിക്കട്ടെ. ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ പറയാലോ, ഫർളൻ സങ്കല്പിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റിൻ്റെ അടുത്ത പരിപാടി വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ചെന്നിട്ട് കാക്ക പൊരുത്തപ്പെട്ടില്ലേട്ടോ, നമ്മളൊക്കെ മരിച്ചു പോകേണ്ട മനുഷ്യന്മാരല്ലേ എന്ന് പറയാം. കാക്ക ചിലപ്പം മറുപടി പറയാം, നീ പോയിക്കോ, മരണം വരെ ഞാൻ നിനക്ക് പൊരുത്തപ്പെടില്ല എന്നായിരിക്കും കാക്ക പറയാം. അത് മുമ്പ് പറഞ്ഞോട്ടെ, അതിന് കുഴപ്പമില്ല. നിങ്ങളുടെ കാര്യം സലാമത്തായി, നിങ്ങൾ ചെന്ന് പറഞ്ഞില്ലേ, അത് മതി. ഒരാൾ നിങ്ങളോട് മാപ്പ് തരണേ എന്ന് വന്ന് ചോദിച്ചാൽ നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് ആരുടെ കൽപ്പനയാ? നബി ഞങ്ങളുടെ കൽപ്പനയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അനുസരിക്കണ്ടേ, മാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ പൊരുത്തപ്പെടൂല, ഞാൻ മരിക്കണവരെ, ചില ഉമ്മാരൊക്കെ ഉണ്ട് അങ്ങനെ പറയാം, മരിക്കണവരെ മയ്യത്ത് പോയി കാണാൻ വരരുത് എന്നൊക്കെ പറയും. എന്നാരും അങ്ങനെ പറയില്ലേ. ആ മനുഷ്യന്റെ ദുആ കൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷ ഉണ്ടാവുക. നമ്മൾക്കറിയില്ല ആരുടെ ദുആയാണ്, ആരുടെ ആമീനാണ്. ഇന്നാരും കാണാൻ വരണ്ട, ഓളെ മുഖം എനിക്ക് കാണേ വേണ്ട, എൻ്റെ മുമ്പുക്കും വരണ്ട, എൻ്റെ വീട്ടുക്കും വരണ്ട. ഇതൊക്കെ ദേഷ്യപ്പെടുമ്പോൾ ഇബ്ലീസ് അങ്ങോട്ട് പറയിപ്പിക്കുന്നതാ. തിരുത്തുക. അല്ലാഹുവിനെ വിചാരിച്ച റബ്ബേ, അങ്ങനെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു റബ്ബേ, പറ്റിപ്പോയി പടച്ചോനെ, എനിക്ക് മാപ്പതാ. ഒരു മുഅ്മിനായ ആണിനോടൊപ്പം എന്തൊക്കെ ചെയ്താലും നമ്മളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ, ജീവനോടെ ബാക്കിയുണ്ടല്ലോ നമ്മൾ, അത് മതി അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ളതൊക്കെ സാരമില്ലാന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ
അള്ളാഹു നിങ്ങൾക്ക് സമ്പത്തിൽ അള്ളാഹു വർധനവ് തരുമെന്നും ബറക്കത്ത് തരുമെന്നും ആയുസ്സിൽ അള്ളാഹു നീട്ടിത്തരുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ആയുസ്സിലൊരിക്കലും വർധനവുണ്ടാവില്ല. ഗാബ അമ്മീ അനസ് ഇബ്നു നദർ അൻ മഅറഖത്തി ബദ്രിൻ. ബദർ യുദ്ധം നടക്കുമ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ സഹോദരനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ബദറിലേക്ക് പോകാൻ കഴിയാതെ വന്ന ഒരാളാണ്. ബദരിയായ സ്വഹാബിയല്ല. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ബദരിയായ ആളല്ല. ബദറിലേക്ക് പോകാൻ പറ്റിയില്ല. അന്നൊരു പ്രയാസമുണ്ടായി. എന്നിട്ട് ബദറിന്റെ സ്ഥാനവും ബദരീങ്ങളുടെ മഹത്വവും ഒക്കെ നബി തങ്ങൾ ഇങ്ങനെ പറയുമ്പോ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയും. ബദരീങ്ങളെ മഹത്വം പറയുമ്പോ മജ്ലിസ് നൂറൊക്കെ ഓതല്ലേ, വലിയൊരു കാവലാണ്, അള്ളാഹുവിന്റെ ഹിഫ്ളാണ്. സുഹാബുൽ ബദരീൻ അവരുടെ ആ ഒരു ഹഖീഖത്ത് അതറിയുന്നവർക്കേ അറിയൂ എന്ന് ഞാൻ പറയാം. ഒന്നിനല്ല, വെറുതെ അതിനെയൊക്കെ കുറ്റം പറഞ്ഞും അവരിപ്പോൾ എന്താപ്പം അവര് അങ്ങനെയൊന്നും പറയണ്ട. അറിയാത്തവരോ അവരെപ്പറ്റി മനസ്സിലാക്കാത്തവരോ ബദരീങ്ങളായ മഹാന്മാർ അവർ വലിയവർ തന്നെയാണ്. അവരിലൂടെയുള്ള ഒരു തവസ്സുൽ ഈ ഉമ്മത്തിൻ്റെ ഒരു കാവലാണ്. لعل الله اطلع وما يدريك يا عمر لعل الله اطلع على أهل بدر فقال يعملوا ما شئتم فإني غفرت لكم. നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നുവെന്ന് അല്ലാഹു ബദരീങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഉമറേ, ബദരീങ്ങളെ നിങ്ങൾ വേണ്ട. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലാണ് ആ സംഭവം നടക്കുന്നത്. അദ്ദേഹം ഒരു കത്തെഴുതി കൊടുത്തു മക്കക്കാർക്ക്. നിബിതങ്ങൾ മക്കയിലേക്ക് മക്ക വിജയത്തിന് വേണ്ടി വരുന്നു എന്ന ഉള്ളടക്കം ചോർത്തിക്കൊടുത്തു. ഉമർ പറഞ്ഞു, നബിയെ, ഇത് വിശ്വാസ വഞ്ചനയാണ്, സൈന്യത്തിന്റെ ഒരു രഹസ്യം ചോർത്തിക്കൊടുക്കലാണ്. അതുകൊണ്ട് ദ മാക്സിമം ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതിൽ കുറഞ്ഞൊന്നും കൊടുക്കാൻ പാടില്ല, കൊല്ലണം. ഉമർ തങ്ങൾ നിബിതങ്ങളോട് പ്രപ്പോസൽ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് സൈന്യത്തിന്റെ ഒരു രഹസ്യം ചോർത്തിയാൽ പിന്നെ എക്സിക്യൂഷനാണ്, ആളെ കൊല്ലും. സൈന്യം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സുരക്ഷയാണ്. ഒരു വീഴ്ചയിലൂടെ രാജ്യത്തിന്റെ സുരക്ഷക്കാണ് തുരങ്കം സംഭവിക്കുക. അതുകൊണ്ട് അതിൻ്റെ അറ്റ്മോസ്റ്റ് സെക്യൂരിറ്റി, അതിൻ്റെ പ്രൈവസി ഒക്കെ കീപ്പ് ചെയ്യൽ നിർബന്ധമാണ്. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു സംഭവം നിങ്ങൾ പല വേദനയും കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന് വിഷമായി. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ ആരും മക്കയിലില്ല, ഭാര്യ മക്കളെ ഉള്ളൂ. ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ മക്കയിൽ തൻ്റെ മക്കൾക്ക്, തൻ്റെ കുടുംബത്തിനൊന്നും സംഭവിക്കരുത് എന്ന് ആ ഒരു ദുർബല നിമിഷം മഹാനവർക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ഖുറൈശികൾക്ക് ഒറ്റുകൊടുത്തു എന്ന് പറയല്ല, ആ വിവരം അറിയിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഒരു പെണ്ണിൻ്റെ മുടിക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ച് സാറ എന്ന് പറയുന്ന മക്കക്കാരുടെ വേലക്കാരി പെണ്ണ് മദീനയിൽ വന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി മക്കയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ പെണ്ണിൻ്റെ മുടി